ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഇതല്ലായിരുന്നു ഫുഡ് കേട്ടോ. നല്ല ബീൻസും ക്യാരറ്റും ഉപ്പേരി വെച്ചതും പിന്നെ അതാ തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കുന്നത് ഇതിൽ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് നന്നായി വറുത്തെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കരിവേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ട് നല്ല കഴുകിയിട്ടില്ല, കഴുകാൻ വേണ്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അൽക്കൂർ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, കോർണിഷിൽ നിന്ന്. നല്ല ഞണ്ടായിരുന്നു. പിന്നെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ടീനി. ഇത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഈ തേങ്ങ കിടന്നിട്ട് ഈ പൊടി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ. ഇപ്പോൾ പെട്ടെന്നാവും കേട്ടോ ഈ കറി. തേങ്ങ വറക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം. പിന്നെ തക്കാളിയും പച്ചമുളകും, തക്കാളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഞണ്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് വെന്ത് വരുമ്പോൾ ഒരു കുറച്ച് പുളി ഇട്ട് വെന്ത് വരുമ്പോൾ വേണം ഞണ്ട് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം നമ്മൾ പകുതി വെന്ത് വരുമ്പോൾ നമ്മൾ ഈ തേങ്ങ അരച്ചത് കൊടുക്കും. ബാക്കി വേണ്ടത് ഈ തേങ്ങയിൽ കിടന്നിട്ടാണ്. തേങ്ങ വറുത്തരച്ചില്ലേ അതിൽ കിടന്നിട്ട് വേണം വേവാൻ. ഇത് വറവിടാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഞണ്ട് കറി ഇവിടെ റെഡിയായി. നല്ല സ്മെല്ലാണ് ഗരം മസാലേൻ്റെ എല്ലാം. കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ഞണ്ട് കറിയാണ്. ഇത് വെന്തതിന് ശേഷം നമ്മളിതാ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം. ചെറിയുള്ളിയും കരിവേപ്പും മൂത്ത് വരുമ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് ഇതിൽ മൂപ്പിച്ചിട്ട് വേണം നമുക്ക് വറവിട്ടെടുക്കാൻ. അത് മറക്കരുത് കേട്ടോ. ഒരു നുള്ളു മുളകും പൊടി മൂപ്പിക്കണം ഈ വെളിച്ചെണ്ണയിൽ. ഇപ്പോൾ നമ്മൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ടത് മൂത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞണ്ട് കറി ഇതിൻ്റെ ഫുള്ള് റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറയണോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ മുളകും പൊടിയും മൂപ്പിച്ചിട്ട് ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. കുറച്ച് നമ്മൾ ചീനച്ചട്ടിയിൽ ഒന്ന് കറി ഒഴിച്ച് ചീനച്ചട്ടി ഒന്ന് ചുവട്ടി ഇതിലേക്ക് പാരട്ടോ. അപ്പോൾ നമ്മൾ ചോറും ഉപ്പേരിയും ഞണ്ട് കറി എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കുന്ന ഞാൻ എടുത്തിട്ടില്ല, വളമ്പുന്ന ഞാനിതാ എടുക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ഞണ്ട് കറിയും ഉപ്പേരിയും ഉണ്ട്. പിന്നെ കയ്പക്ക പൊരിച്ചതും നാട്ടിൽ നിന്ന് കൊടുന്ന മുളക് പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഞണ്ട് കറീൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി. നല്ല ക്യാരറ്റും ബീൻസും ഉപ്പേരി. നല്ലതാ. കയ്പയ്ക്ക് മുളകും പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്നേഹത്തോടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.